എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ക്രിയാറ്റിനെ കുറിച്ചാണ്. നമ്മൾ വളരെ അത്യാവശ്യമായിട്ട് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ്. നമ്മൾ പലപ്പോഴും ടെസ്റ്റ് ചെയ്യാറുണ്ട്, ഷുഗറും അതുപോലെ ക്രിയാറ്റിനും സ്ഥിരമായിട്ട് നോക്കുന്നവരാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കാത്ത കുറച്ച് കാര്യങ്ങൾ, പക്ഷെ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ്. അപ്പൊ നമുക്കറിയാം, ക്രിയാറ്റിൻ കൂടിക്കഴിഞ്ഞാൽ കിഡ്നി പ്രശ്നമാണെന്നുള്ളത് നമുക്കറിയാം, എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷെ നിങ്ങൾക്കറിയാത്ത 6 കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പൊ ക്രിയാറ്റിൻ കൂടാനുള്ള ഒരു കാരണം കിഡ്നി പ്രശ്നമാണെന്നുള്ള എല്ലാവർക്കും അറിയാം. രണ്ടാമത്തെ കാരണം, നിങ്ങളുടെ ബോഡിയിൽ മസിൽ ബ്രേക്ക് ഡൗൺ കൂടുമ്പോൾ നമ്മുടെ ബോഡിയിൽ ക്രിയാറ്റിൻ ലെവൽ കൂടും. അപ്പൊ നിങ്ങൾ നല്ല അമിതമായിട്ട് നല്ല മസിൽസ് ഉള്ള ബോഡി ബിൽഡേഴ്സിനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ക്രിയാറ്റിൻ്റെ ആവറേജ് കൂടുതലായിരിക്കും. നമ്മൾ സാധാരണ പുരുഷന്മാർക്ക് 1.4ഉം സ്ത്രീകൾക്ക് 1.2 ആണ്. പക്ഷെ നന്നായിട്ട് മസിൽ ഉള്ളവർക്ക് ക്രിയാറ്റിൻ കൂടുതലായിരിക്കും. അതുപോലെ മറ്റൊരു കാരണമാണ്, നമുക്ക് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ബോഡിയിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ എത്രത്തോളം കൂടുന്നു അത്രത്തോളം നമ്മുടെ ബോഡിയിൽ ക്രിയാറ്റിൻ കൂടും. ഓക്കെ, അപ്പൊ നമ്മൾ 3 കാരണങ്ങൾ മനസ്സിലാക്കി. ഇനി 4ാമത്തെ കാരണമാണ്, നമ്മുടെ ബോഡിയിൽ നമ്മൾ അമിതമായിട്ട് ഇൻസുലിൻ ഇൻടേക്ക് എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ അമിതമായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്രിയാറ്റിൻ കൂടും. ഓക്കെ, അടുത്ത കാരണമാണ്, നമ്മുടെ ബോഡിയിൽ ഉള്ള ഒരു അവയവമാണ് യൂറിനറി ബ്ലാഡർ, അതായത് മൂത്രാശയം. ഈ മൂത്രാശയത്തിന് എന്തെങ്കിലും പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ശരിയായ രീതിയിൽ മൂത്രം പോകാതെ വരും, യൂറിൻ ശരിയായിട്ട് പാസ് ചെയ്യാത്തൊരു കണ്ടീഷൻ വരും. അതുപോലെ പുരുഷന്മാർക്കാണ് പ്രോസ്റ്റേറ്റ് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് യൂറിൻ കൃത്യമായിട്ട് പോവാതെ വരും. അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാലും ക്രിയാറ്റിൻ കൂടും. ഓക്കെ, അപ്പൊ ഇത്രയും കാരണങ്ങളിൽ ഒരു കാരണം മാത്രമാണ് കിഡ്നി പ്രശ്നം എന്നുള്ളത്. പക്ഷേ നമ്മൾ പലപ്പോഴും ക്രിയാറ്റിൻ കൂടുമ്പോഴേക്കും കിഡ്നി പ്രശ്നമാണെന്ന് വിലയിരുത്തി തെറ്റായ ഡയഗ്നോസിലേക്ക് എത്തുകയും നമ്മൾ പിന്നീട് മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇനി ഞാൻ പറയാത്തൊരു കാരണമാണ്, നമ്മുടെ ബോഡിയിൽ നമ്മൾ സ്ഥിരമായിട്ട് സ്റ്റിറോയിഡ്സ് അമിതമായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്രിയാറ്റിൻ കൂടും. അതുപോലെ ആസ്പിരിൻ പോലുള്ള മരുന്നുകൾ നിങ്ങളുടെ ബോഡിയിൽ അമിതമായിട്ട് ചെല്ലുന്ന സമയത്ത് ക്രിയാറ്റിൻ കൂടാറുണ്ട്. അപ്പൊ നമ്മൾ തെറ്റായ ഡയഗ്നോസിസിലേക്ക് എത്തി നമ്മൾ ഈ കിഡ്നിയുടെയും അതുപോലെ ഡയബറ്റീസിൻ്റെയും പ്രഷറിൻ്റെയും മരുന്നുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിഡ്നിക്ക് ലോഡ് കൂടും. അപ്പോൾ അങ്ങനെയും കിഡ്നി പ്രശ്നമായിട്ട് നമുക്ക് ക്രിയാറ്റിൻ കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയും കാരണങ്ങളിൽ ഒരു കാരണം മാത്രമാണ് കിഡ്നി പ്രശ്നം എന്നുള്ളത്. മറ്റുള്ള കാരണങ്ങളെ കൊണ്ട്